പിന്നീട് അൻപുടയോനെ ചൊല്ലുമ്പോൾ മറയിട്ടുകൊണ്ട് മദ്ബഹായിൽ വൈദികൻ വിശുദ്ധ കൂദാശയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിർവഹിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട തിരുശരീര രക്തങ്ങളെ സംയോജിപ്പിക്കുന്ന ഫ്രാക്ഷൻ അഥവാ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവം, കർത്താവിൻ്റെ മരണം, ഉയർപ്പ്, ഈ കാര്യങ്ങൾ സഭ അനുസ്മരിക്കുന്നു. പിന്നീട് തിരുശരീര രക്തങ്ങൾ മുകളിലേക്ക് ഉയർത്തുന്നതായ അവസരത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ പ്രത്യേകിച്ച് സഭ അനുസ്മരിക്കുന്നു. തന്റെ കരുണയാൽ ലോകത്തെ മണിഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. വിലയേറിയ നമ്മെ രക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ. ഉണ്ടാകാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തിയാക്കിത്തേക്കുന്ന ജീവനും വിശുദ്ധിയുള്ള റൂഹായി നമ്മളുടെ കർത്താവിൻ്റെ തിരുനാമം അതിലും നിന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കുമാറാകട്ടെ. അവസാനമായി പടിഞ്ഞാറേക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സഭ അനുസ്മരിക്കുന്നു. ചുരുക്കത്തിൽ യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള എല്ലാ സംഗതികളെയും വിശുദ്ധ കുർബാനയിൽ നാം അനുസ്മരിച്ച്, അതൊരു അനുസ്മരണം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നാം സ്വീകരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുംഭസാരം അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്. ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലും അനുരഞ്ജനം ആവശ്യമാണ്. അനുരഞ്ജനമാണ്, നിരപ്പും സമാധാനവുമാണ് ദൈവരാജ്യത്തിൻ്റെ ജീവിത മാർഗം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് പുതുക്കമുണ്ടാകണം. ആ ഒരു കാര്യം യേശുതമ്പുരാൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട കാര്യമില്ല. അതൊരു പ്രതീകാത്മകമായ സൂചന ആയിരുന്നു. മാമോദീസ സ്വീകരിച്ച് കുളിച്ചിരിക്കുന്ന ആളിന് പിന്നീട് കാല് കഴുകണം, പാപമോചനം പ്രാപിക്കണം. അതിൻ്റെ തുടർച്ചയായ അനുഭവത്തിലാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പുതുക്കം സാധിക്കുന്നത്. യേശുതമ്പുരാൻ ലോകത്തിലേക്ക് വന്നത് ലോകത്തിൻ്റെ പാപത്തെ മോചിക്കുവാൻ വേണ്ടിയാണ്. ആ യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന്. 23-ാം വാക്യത്തിൽ പറയുന്നു,
ആരുടെയെങ്കിലും പാപങ്ങൾ നിങ്ങൾ മോചിച്ചാൽ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തപ്പെട്ടിരിക്കും എന്ന്. ചുരുക്കത്തിൽ അപ്പോസ്തലന്മാർക്ക് പാപമോചനം നൽകുവാനായിട്ടുള്ള അധികാരം യേശുക്രിസ്തു നൽകി. ദൈവത്തിന് പകരമായിട്ട് ഒരു പുരോഹിതൻ പാപമോചനം നൽകുകയല്ല. യേശുക്രിസ്തുവാകുന്ന ഏക മധ്യസ്ഥൻ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം ആ യേശുക്രിസ്തുവിൽ കൂടി അവർ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. കുമ്പസാരം മനുഷ്യജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുന്നതിൻ്റെ, ജീവിതം നവീകരിക്കപ്പെടുന്നതിൻ്റെ വലിയ അത്ഭുതം നടക്കുന്ന കൂദാശയാണ്. മനുഷ്യബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ ശരിയായൊരു കുമ്പസാരം നിർവഹിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്നതായ പുതുക്കത്തിൻ്റെ നൈർമല്യവും നറുമണവും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കുമ്പസാരം ഇപ്രകാരം നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കുവാനും, പരിശോധിച്ച് നോക്കിയിട്ട് അനുതാപത്തോടുകൂടി എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന കാര്യങ്ങളിൽ നിന്നോടും മറ്റുള്ളവരോടും തെറ്റു ചെയ്തു പോയി, അതെൻ്റെ ഉള്ളിൽ ഭാരമായിട്ട്, എൻ്റെ ഉള്ളിൽ കുറ്റബോധമായിട്ട് നിൽക്കുന്നു എന്ന് വേദനയോടുകൂടി ദൈവസന്നിധിയിൽ പറയുവാൻ നാം അവസരമെടുക്കുകയാണ് കുമ്പസാരത്തിൽ. യേശുക്രിസ്തു തൻ്റെ പ്രതിനിധിയായിട്ട് നിയമിച്ചിരിക്കുന്ന പുരോഹിതനെ അത് കേൾക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ പുരോഹിതൻ്റെ അടുക്കൽ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ, ഭാരങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുമ്പോൾ യേശുക്രിസ്തു തന്നെയാണ് അത് കേൾക്കുന്നതും അതിന് പരിഹാരം വരുത്തുന്നതും. അതുകൊണ്ട് കുമ്പസാരത്തിൻ്റെ കൂദാശയ്ക്ക് പ്രധാനമായിട്ട് 3 ഭാഗങ്ങൾ നമുക്ക് കാണാം. 1 അനുതാപത്തിൻ്റെ ഭാഗം, 2 ഏറ്റുപറയലിൻ്റെ ഭാഗം, 3 പ്രായശ്ചിത്തത്തിൻ്റെയും പ്രതിജ്ഞയുടെയും ഭാഗം. അനുതാപം ഉണ്ടാവണം, എങ്കിലേ ഏറ്റുപറയുവാൻ പറ്റൂ. ഏറ്റുപറയുന്നതിന് ധൈര്യമുണ്ടാകുന്നത് ഉപേക്ഷിക്കുവാനും ധൈര്യമുള്ളതായിരിക്കും. ഉപേക്ഷിക്കുവാൻ ധൈര്യമുള്ളത് മാത്രമേ ഏറ്റുപറയുവാനും ധൈര്യമുണ്ടാവുകയുള്ളൂ. അല്ലാത്തത് മറച്ചു വയ്ക്കും. അങ്ങനെ മറച്ചു വയ്ക്കുന്നതിൻ്റേതായ കൂദാശയല്ല, തുറന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതിൻ്റെ കൂദാശയാണ് കുമ്പസാരം. എന്നാൽ നിർഭാഗ്യവശാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റുപറയലല്ല, മറച്ചുവെക്കലായിട്ട് മാറിപ്പോയിരിക്കുന്നു. കുമ്പസാരത്തിന് പകരമായിട്ട് ഹൂസോയോ മാത്രം മതി എന്നുള്ളൊരു ധാരണയും ചിലയിടത്തൊക്കെ ഉണ്ട്. അങ്ങനെയല്ല. മനസ്സിൽ വേദനിക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയണം. എന്നാൽ അനുദിനം ദൈവസന്നിധിയിൽ കുറ്റബോധത്തോടെ, അനുതാപത്തോടെ ജീവിക്കുന്ന ആളുകൾക്ക് കുർബാന അനുഭവം തുടർച്ചയായിട്ട് നിർവഹിക്കുവാനായിട്ട് ഹൂസോയോയിൽ കൂടി ദൈവം തമ്പുരാൻ ഒരു പ്രത്യേകമായ അവസരം വിശുദ്ധ കുർബാനാനുഭവത്തിന് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ കുമ്പസാരത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടി അല്ല അത്. വിശുദ്ധ കുമ്പസാരത്തിൻ്റെ അനുഭവം ഉള്ള ക്രിസ്തീയ പാരമ്പര്യത്തിൽ മനഃശാസ്ത്രജ്ഞന്മാരെ സമീപിക്കുകയോ മാനസിക പ്രശ്നങ്ങളുടെ ബാക്കിപത്രം അന്വേഷിക്കുകയോ ചെയ്യേണ്ടതായിട്ട് അധികം വരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് ഒരു കുമ്പസാരത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന കുറ്റങ്ങളെക്കുറിച്ചുള്ളതായ അനുസ്മരണകൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ഉപേക്ഷിച്ച് ദൈവം തമ്പുരാൻ അതിന് മോചനം നൽകിക്കഴിഞ്ഞാൽ ഒരു പുതിയ ആരംഭം സാധിക്കുന്നു. അതുകൊണ്ട് കുമ്പസാരം ഒരു പുതിയ ആരംഭത്തിൻ്റെ, പുതുക്കത്തിൻ്റെ കൂദാശയാണ്. പട്ടക്കാരോടു ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിതിങ്കൽ. യേശുക്രിസ്തു പുതിയ സൃഷ്ടിയുടെയും നിത്യജീവന്റെയും മഹാപുരോഹിതനാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ മഹാപുരോഹിത ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ സഭയെ മുഴുവനും അവിടുന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, സഭ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്ന്.
സഭ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സഭ മുഴുവനും പുരോഹിത വർഗമാണ് എങ്കിലും ആ പുരോഹിത വർഗത്തിന് വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളിൽ ഒന്ന് നേതൃത്വം നൽകുക എന്നുള്ളതായ ദൗത്യമാണ്. പ്രത്യേക പുരോഹിത വർഗം സഭയിൽ ഈ ഒരു കാര്യമാണ് നിർവഹിക്കുന്നത്. യേശുക്രിസ്തുവാകുന്ന ഏക മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയിൽ അവർ പങ്കുചേരുന്നു. യേശുക്രിസ്തുവിന് പകരമല്ല, യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ടല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും എന്ന്. യേശുക്രിസ്തു തന്നോടുകൂടെ ഇരിപ്പാൻ, തന്നിലുള്ള അധികാരം ഏൽപ്പിച്ചു കൊടുക്കുവാൻ അപ്പോസ്തലന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തതായിട്ട് നാം വായിക്കുന്നു. അവർക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകിയതായിട്ട് നാം വായിക്കുന്നു. ആ അപ്പോസ്തലന്മാർക്ക് സഭയിലുണ്ടായിരുന്ന സ്ഥാനമേതോ അതാണ് പുരോഹിത സ്ഥാനികൾക്ക് സഭയിലുള്ളതായ സ്ഥാനം. അത് സഭ എക്കാലത്തും അവരുടെ പിന്തുടർച്ചയായിട്ട്, വംശീയ പിന്തുടർച്ചയല്ല, ദൈവം വിളിക്കുന്നവർക്ക് നൽകുന്നതായ പിന്തുടർച്ചയായിട്ട് സഭ അത് എന്നും കാത്തു പരിപാലിക്കുന്നു. അങ്ങനെയാണ് എപ്പിസ്കോപ്പന്മാർ, മൂപ്പന്മാർ അഥവാ പുരോഹിതന്മാർ, ശുശ്രൂഷകർ അല്ലെങ്കിൽ ശമ്മാശന്മാർ സഭയിൽ ഇപ്പോൾ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. സഭയുടെ ഈ പുരോഹിത ഗണങ്ങൾ എല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് നിർവഹിക്കുകയാണ് ആ കർമ്മം. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ലോകത്തിനു വേണ്ടി പിതാവാം ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള വലിയ പദവിയും വലിയ ഉത്തരവാദിത്വവുമാണ്. അതാണ് പുരോഹിതന്മാർ സഭയിൽ നിർവഹിക്കുന്നത്. അവരുടെ വചനം മൂലം, അവരുടെ സാന്നിധ്യം മൂലം, അവരുടെ ശുശ്രൂഷകൾ മൂലം ദൈവം മനുഷ്യർക്ക് അവരുടെ ജീവിതാവസ്ഥകളിൽ
ഏറ്റവും അടുത്ത് എത്തി അവരെ ആശ്വസിപ്പിക്കുന്നു, അവരെ രൂപാന്തരപ്പെടുത്തുന്നു. ദൈവിക മനുഷ്യരായിട്ട്, ദൈവത്തിൻ്റെ കർത്താവേശു മിശിഹായിൽ കൂടിയുള്ള പ്രതിനിധികളായിട്ട് പുരോഹിതന്മാർ ജനമധ്യത്തിലായിരിക്കുമ്പോൾ അവർ ജനങ്ങൾക്ക് മുൻപിൽ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു.